മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത 2026-27 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് +2 തത്തുല്യ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടി എന്നതാണ്. ഈ മാസം 14 വരെയാണ് തീയതി നീട്ടിയത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഇതിനൊരാവശ്യം വിദ്യാർത്ഥികളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആശ്വാസകരമാണ് ഈ തീരുമാനം. അർജുൻ, തീർച്ചയായും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം മുഖവിലക്കെടുത്താണ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, അതായത് കീം പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 2026-2027 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ +2 മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അത് ഈ മാസം 7-ാം തീയതി ആയിരുന്നു. അത് ഒരാഴ്ച കൂടി ദീർഘിപ്പിച്ചിരിക്കുന്നു. ജൂൺ 14 വരെ ദീർഘിപ്പിച്ചതായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചിരിക്കുന്നു. ഇത് മന്ത്രിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്ന് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട ആശ്വാസകരമായ ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അനുജു, ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായ തീരുമാനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ 2026-27 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷിച്ചവർക്കാണ് അവരുടെ +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്ന തീയതി നീട്ടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഈ മാസം 14 വരെ തീയതി നീട്ടിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.